ആജരാമ ജീവനെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്നാണ് നോക്കാനായി പോകുന്നത്. ഇവിടെ രണ്ട് പൂക്കളാണ് വെച്ചിട്ടുള്ളത്. ആദ്യത്തെ പൂവും മഞ്ഞപ്പൂവും, രണ്ടാമത്തെ ചുവന്ന പൂവുമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് പൂവാണ് നിങ്ങളുടെ മനസ്സിൽ ആദ്യമായി നിങ്ങളുടെ മനസ്സിൽ തട്ടിയത് എങ്കിൽ ആ പൂവ് ആദ്യമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു പൂവ്, ഒരുപാട് നേരം നോക്കിയിരിക്കരുത്, ആദ്യമായി പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ആ ഒരു പൂവ് സെലക്ട് ചെയ്യുക. അത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക, ഈ റീഡിംഗ് മുഴുവനായി കേൾക്കുക. പോസിറ്റീവായി മാത്രം നിങ്ങൾ വിചാരിക്കുക. നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ഇതിനോടകം തന്നെ നിങ്ങൾ ആ ഇഷ്ടപ്പെട്ട വ്യക്തിയെ മനസ്സിലോർക്കുകയും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പൂവ് സെലക്ട് ചെയ്യുകയും ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ആദ്യമായി ഫസ്റ്റ് കാണുന്ന ആ ഒരു മഞ്ഞ പൂവ് സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്കായിട്ടുള്ള റീഡിംഗ് ആണ് പറയാനായി പോകുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നും നിങ്ങളെ ഏത് രീതിയിലാണ് ആ വ്യക്തി കാണുന്നത് എന്നുമൊക്കെയാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി, നിങ്ങൾ ആരെയാണോ ചിന്തിച്ചത്, ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരു സ്നേഹത്തിൻ്റെയും ഒരു വിശ്വാസത്തിൻ്റെയും ഒക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണാനായി സാധിക്കുന്നത്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സുരക്ഷിതമായ ഇടമായിട്ടാണ് അവർ നിങ്ങളെ കണക്കാക്കിയിരിക്കുന്നത്. എന്ത് കാര്യങ്ങളാണെങ്കിലും തുറന്നു പറയാനും, എന്ത് കാര്യങ്ങളാണെങ്കിലും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, ഏതൊക്കെ രഹസ്യങ്ങളാണെങ്കിൽ കൂടി അത് പറയാനും ഒക്കെയുള്ള ഒരു നല്ലൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത്. അവരുടെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ മനസാക്ഷി സൂക്ഷിപ്പുകാരി എന്ന നിലയിൽ നിങ്ങളുടെ അടുത്ത് ഒരു സുരക്ഷിതമായ ഇടം, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അവർക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ചോദിച്ചാൽ ഉറപ്പായും നിങ്ങളുടെ അടുത്ത് അതിനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ആ ഒരു രീതിയിൽ ഒരു സുരക്ഷിതമായ ഇടമായിട്ട് നിങ്ങളെ അവർ കാണുന്നുണ്ട് എന്നാണ് ഇതിൽ കാണുന്നത്. ഇനി അവരുടെ ഒരു നോട്ടത്തിൽ അവർക്ക് നിങ്ങളുടെ വാക്കിനോടും പ്രവൃത്തിക്കുമൊക്കെ അതെല്ലാം അവർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവർ വളരെ അധികം പ്രേഷ്യസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഇനി അവരുടെ ഫീലിങ്സൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഫീലിങ്സ് എല്ലാം തന്നെ അവർ പറയാതെ നിങ്ങൾക്ക് അവരുടെ ആ ഒരു ഫീലിങ്സൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നന്നായി തന്നെ അവരെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അതാണ് അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. നല്ല ഒരു കെയറിങ്, നല്ലൊരു കരുതലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ കരുതുന്നു. ചിലപ്പോൾ നിങ്ങളൊരു ഫാമിലിയിലെ മെമ്പറായിട്ട് തന്നെ അവർക്ക് ഫീൽ ചെയ്യുന്ന ചില സമയങ്ങളുണ്ട്. നിങ്ങളെ കുടുംബത്തിലെ അംഗം എന്ന രീതിയിൽ തന്നെയായിരിക്കും അവർ കാണുന്നത്. നല്ലൊരു രീതിയിലുള്ള ഒരു അട്രാക്ഷൻ നിങ്ങളോട് അവർക്കുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അതൊരു ശാരീരികമായിട്ടുള്ള ഒരു അട്രാക്ഷൻ അല്ല പറയുന്നത്, അതിനേക്കാൾ ഉപരി ഒരു മാനസികമായിട്ടുള്ള ഒരു അട്രാക്ഷനാണ് ഇവിടെ പറയുന്നത്. വളരെയധികം ആഴത്തിലുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പമാണ് ഇവിടെ ഈ ഒരു മഞ്ഞ പുഷ്പം തിരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തികളെ കുറിച്ച് ആ ഒരു വ്യക്തി ആലോചിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു നിങ്ങളെക്കുറിച്ച് അവർ മറച്ചു പിടിച്ചിരിക്കുന്ന ചില രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഞാൻ പറയാതെ തന്നെ ഈ വ്യക്തി എൻ്റെ മനസ്സ് വായിക്കുമെന്നാണ് അവർക്ക് തോന്നുന്നത്. ആ ഒരു വിശ്വാസം അവർക്കുണ്ട്. അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞതാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ അടുത്ത് അവരുടെ ആ ഒരു ഇമോഷണൽ ഫീലിങ്സ് അതൊന്നും നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. അത് പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. അതാണ് ഇവിടെയും പറയുന്നത്. അവർക്ക് ഭാവിയിൽ നിങ്ങളോടൊപ്പം കഴിയാനുള്ള ഒരു ആഗ്രഹം കൂടി അവർ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളുടെ കൂടെ കഴിയണമെന്ന് മനസ്സിൽ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അത് ഏത് രീതിയിലുള്ള ബന്ധങ്ങളും ആവാം. അങ്ങനെ അവർ നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും വേണമെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി രഹസ്യമായി ആ ചിന്ത സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം പാവം
ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും അവർ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും. ആ വ്യക്തി എടുക്കുന്ന ആ ഒരു തീരുമാനത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാത്ത ഒരു സ്വഭാവമായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുത്ത ആ വ്യക്തിയുടേത്. അതുപോലെ തന്നെ ഇവർക്ക് ഇങ്ങനെ ഒരു പൊസസീവായിട്ടുള്ള രീതിയിൽ അങ്ങനെ കൊണ്ട് നടക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവരെ ഇങ്ങനെ തുറന്ന് വിടുക, അങ്ങനെയുള്ളൊരു മനോഭാവമുള്ള വ്യക്തിയായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അതുപോലെ ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അവർ നിങ്ങൾക്ക് തരുന്ന അതേ റെസ്പെക്റ്റ് തന്നെ തിരിച്ചും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളായിരിക്കും ഈ കൂട്ടർ. അപ്പോൾ നിങ്ങൾ അവരുടെ ഈ ഒരു ബന്ധം കൂടുതലായിട്ട് നല്ല രീതിക്ക് അവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഇതൊരു ജീവിതാവസാനം വരെ നിങ്ങൾക്കുള്ള ഒരു ബന്ധമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ആദ്യത്തെ പുഷ്പമായിട്ടുള്ള മഞ്ഞ പുഷ്പം തിരഞ്ഞെടുത്ത, അതായത് മഞ്ഞ റോസ് തിരഞ്ഞെടുത്ത വ്യക്തികൾക്കുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി രണ്ടാമതായി ചുവപ്പ് റോസ് തിരഞ്ഞെടുത്ത വ്യക്തികൾക്കുള്ള ഫലങ്ങളാണ് പറയാനായി പോകുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള, അതായത് നിങ്ങൾ ചിന്തിച്ച ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം, ആ ഒരു ചിന്ത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോടൊരു പ്രത്യേക തരത്തിലുള്ള ആകർഷണം തോന്നുകയും അതുപോലെ നിങ്ങളോട് ഒരു ആരാധന തോന്നുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ആകർഷണവും ആരാധനയുമാണ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങളൊരു സ്പെഷ്യൽ പേഴ്സൺ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളോട് ആ ഒരു നിങ്ങളുടെ സ്നേഹമൊക്കെ എനിക്ക് കിട്ടും, നിങ്ങളുമായിട്ട് അവർക്കൊരു ബന്ധമുണ്ടാകുമെന്ന് ഒരു ചിന്ത പോലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് അവർ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. കാരണം നിങ്ങളോടുള്ള ആരാധനയും ആ ഒരു സ്നേഹവും ഒക്കെ അതുപോലെ നിങ്ങൾക്ക് തിരിച്ചുണ്ടാവുമോ എന്ന് ഒരു ആശങ്ക കൊണ്ട് നടക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ അവരോടൊരു ആ ഒരു ഇഷ്ടം അതൊക്കെ തുറന്ന് പറയുമ്പോൾ അവർ തിരിച്ച് നിങ്ങളോട് ഏത് രീതിയിലായിരിക്കും, അവർക്ക് ഒരു വിസ്മയം തന്നെയായിരിക്കും. നിങ്ങൾ അവരോട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നാലോചിച്ചിട്ട് ഒരു വിസ്മയം തന്നെയായിരിക്കും അവർക്കുണ്ടാവുക. നിങ്ങൾ ആ കോൺഫിഡൻസും മറ്റുമാണ് അവരെ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് ആകർഷിച്ചത്. അങ്ങനെ ആ ഒരു കോൺഫിഡൻസും ആ ഒരു ദൃഢനിശ്ചയമൊക്കെ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ആ വ്യക്തി, നിങ്ങൾ ചിന്തിച്ച ആ വ്യക്തിയെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ആകർഷണം എന്ന് പറയുന്നത് അത് മാനസികവും ശാരീരികവുമായി വളരെയധികം വലിയ രീതിയിലുള്ള ഒരു അട്രാക്ഷൻ തന്നെയായിരിക്കും ഇവർക്ക് നിങ്ങളോട് എന്ന് പറയുന്നത്. ഏതൊരു സാഹചര്യത്തിലായാലും നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു വല്ലാത്തൊരു സമാധാനവും ആശ്വാസവും ഒക്കെ തോന്നുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഈ ഒരു ചുവപ്പ് റോസ് തിരഞ്ഞെടുത്ത വ്യക്തികൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ച്, ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ഇതിലിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.